ഈ സംഖ്യകൾ ഗുണിക്കുമ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം നോക്കിയാൽ മതി. 7 ഗുണം 5 ഗുണിക്കുമ്പോൾ 35, 5 വരും. 5 ഗുണം 9 45, പിന്നെ 5 വരും. 5 ഗുണം 1 5 വരും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം ഗുണിക്കും. 5 ഗുണം 5 ഗുണിക്കുമ്പോൾ ലാസ്റ്റിൽ 5 വരും. പിന്നെ 5 ഗുണം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ഗുണിക്കുമ്പോൾ 5 6 30 0 വരും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെ 0 വന്നാൽ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും വരുന്നത്. അതായത് ഇവിടുത്തെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിയാൽ മതി. 5 7 കൂടെ ഗുണിക്കുമ്പോൾ 35 വരും. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. ഇനി ഈ 5ഉം പിന്നെ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും പിന്നെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 കൂടെ ഗുണിക്കുമ്പോൾ 45. അപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 വരും. പിന്നെ ഇവിടെ എത്ര ഉള്ളത് 91. പിന്നെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഈ 5ഉം ഈ 1ഉം കൂടെ ഗുണിക്കുമ്പോൾ 5 വരും. പിന്നെ ഈ 5 ഗുണിക്കേണ്ടത്. ആ 5ൻ്റെ കൂടെ 5 കൂടെ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തേക്കും 5 വരും. 25 5. പിന്നെ ഒറ്റയുടെ സ്ഥാനത്തേക്കും 6 ആണല്ലോ. എല്ലാത്തിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തേക്കും ഗുണിച്ച് നോക്കിയാൽ മതി. 5ഉം 6 കൂടെ ഗുണിക്കുമ്പോൾ 30 വരും. ഒറ്റയുടെ സ്ഥാനത്തേക്കും നോക്കിയാൽ മതി. 0 വരുന്നത്. 0 ലാസ്റ്റിൽ വരുന്നതെങ്കിൽ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം.